ഹായ്. ഇതെൻ്റെ അമ്മയുടെ ന്യൂ ഇയർ ഗിഫ്റ്റാണ്. ഒരു സെൽഫ് തെറപ്പി കിറ്റാണ്. സെൽഫ് തെറപ്പി ഹാമ്പർ ബൈ ഫാക്ടർ നോട്ട്സ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി ഒരുപാട് പേര് എൻ്റെ റിവ്യൂ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ല എനിക്കമ്മ വാങ്ങിയത്. ലൈക്ക് ഒരു എക്സ്പോ നടന്നിരുന്നു എറണാകുളം. അപ്പോൾ അവരുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിയേ. ഓക്കെ, ഞാൻ ഷോ യു. ഇത് ബേസിക്കലി അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും, നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ. ഒരു ക്യൂട്ട് ആൻഡ് ഫണ്ണി എന്നുള്ളതല്ല, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ലൈക്ക് ബേസിക്കലി നമുക്ക് ബീങ് എ തെറാപ്പിസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ്ലി സെൽഫ് കെയർ റിമൈൻഡർ കാർഡ്സ് ഉണ്ട് ഇതിൽ. കാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ലൈക്ക് നമ്മളിങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് കോട്ട്സ് ആണല്ലോ, അല്ലാണ്ട് ഫാൻസി കോട്ട്സ് അല്ല. ദ മാജിക് യു ആർ ലുക്കിംഗ് ഫോർ ഇസ് ഇൻ ദ വർക്ക് യു ആർ അവോയ്ഡിങ്. അതേപോലെ യു കാൺ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു 25+ കാർഡ്സ് ഉണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഒരു ചെറിയൊരു നമുക്കിങ്ങനെ ഒട്ടിച്ചൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാർഡ്സ്. വാട്ട് ആർ യുവർ ഓൺ ഡ്രീംസ്. നമുക്ക് നമ്മുടെ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കാർഡ്സ് ഉണ്ട്. ഇതും അറൗണ്ട് ഒരു 10 to 15 അത്രയൊക്കെ ഉണ്ട്. അടുത്തൊരു സെൽഫ് കെയർ ഗൈഡാണ്. ഇതിൽ ദി ആർട്ട് ഓഫ് സെൽഫ് കെയർ, അതായത് നമ്മുടെ മെന്റൽ സെൽഫ് കെയർ, ഇമോഷണലി നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണം, അങ്ങനെ ഒരു ചെറിയ, അതായത് അതിന്റെ ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ടാണ്, ബട്ട് ഇറ്റ്സ് റിയലി ടച്ചിങ്. നമ്മൾ അക്നോളജ് ചെയ്യാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ്. അടുത്തതൊരു സെൽഫ് കെയർ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു. ഡിജിറ്റൽ ഡീക്ലട്ടർ, അതായത് നമ്മുടെ റൊട്ടീൻ ലൈഫിൽ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ അൺനെസസറിലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഈ പറഞ്ഞ പോലെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിഷ്ഡ് പെർഫെക്ഷൻ. അതായത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഫോർ ദ സേക്ക് ഓഫ് അത് ലോകത്തെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മുടെ പെർഫെക്ഷൻ. അതുപോലെ ദ പോഡ്കാസ്റ്റ് ആർ ഹൗ ഇമ്പോർട്ടൻറ്റ് ദീസ് തിങ്സ്. അതായത് നമ്മൾ റീൽസിൽ ഇങ്ങനെ കണ്ട് പറഞ്ഞു പോകുമ്പോൾ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ഹാവ് അവർ ഓൺ മീ ടൈം, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു അപ്രിസിയേഷൻ ഡയൽ ഉണ്ട്. നമുക്കതിങ്ങനെ ട്വിസ്റ്റ് അല്ല, ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അക്നോളജ് ചെയ്യാൻ റിമെമ്പർ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് കൊട്ടേഷൻസ് ആണ്. ആൻഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അകത്തുള്ള പാർട്ട്. ദാറ്റ് ഇസ് അൺവൈൻഡ് വിത്ത് ഹ്യൂസ്. നമ്മുടെ തെറാപ്പി മൊഡാലിറ്റീസിൽ ഭയങ്കര സക്സസ് റേറ്റ്സ് കാണുന്ന ഒരു തെറാപ്പി കൈൻഡാണ് കളർ ചെയ്യുക. കേൾക്കുമ്പോൾ ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നും, ബട്ട് ആൻസൈറ്റി റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ഓവർ തിങ്കിങ് ഒക്കെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ എഫിഷ്യൻ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. വാട്ട് വി ഡു ഇസ്, നമ്മൾ ആൻസൈറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെറ്റ് അസ് ഇൻ ടു ഡൂയിങ് കളറിങ്. അപ്പോൾ കേൾക്കുമ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര ഫാൻസി തിങ് ആയിട്ട് തോന്നും, ബട്ട് നമ്മൾ അതിൽ വല്ലാണ്ട് വെൻ വി ആർ ഇൻ ടു ഇറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റും ഒരു പരിധി വരെ. നെക്സ്റ്റ് ഇസ് ബേൺ യുവർ തോട്ട്സ്. ഈ ഫാക്ടർ നോട്ട്സിൻ്റെ ഒരു പർട്ടിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു മിയർ ജേണൽ അല്ല. ലൈക്ക് നമ്മുടെ എത്രത്തോളം ഇൻസെക്യൂരിറ്റീസ് ഒരു മനുഷ്യനുണ്ടോ അതിനെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ ആസ്പെക്റ്റുകളും, ഇമോഷണൽ, സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും. അതിപ്പോൾ ജേണൽ ചെയ്യുമ്പോൾ ക്ലയൻസ് ഒക്കെ ചോദിക്കാറുണ്ട് എന്തിനെ കുറിച്ചാണ് ജേണൽ ചെയ്യേണ്ടത്. റാൻഡം സ്റ്റഫ് പോലെ പണ്ട് കുട്ടികളോട്
ഡയറി എഴുതുന്ന പോലെ എഴുതാനാണോ എഴുതുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഫാക്ടർ നോട്ട്സ് ഹാസ് ദി ആൻസർ ഫോർ ദാറ്റ്. സി ഐ ക്യാൻ റീഡ് എ ക്വസ്റ്റ്യൻ. Who you are similar to, Batman or Spider-Man? Like when you're having a rough day, what's your go-to memory that always makes you smile? അതായത് നമ്മുടെ എല്ലാ വൾണറബിലിറ്റീസ് ടു നമ്മുടെ എക്സ്റ്റസി വരെ അഡ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈസി ഫോർ us ടു റൈറ്റ്. അതായത് നമുക്കൊരു ഫേക്ക് ചെയ്യാണ്ടോ ഫാബ്രിക്കേറ്റ് ചെയ്തോ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ദേ ഹാവ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. കാരണം നമ്മളാകെ ചെയ്യേണ്ടത് ഓണസ്റ്റ് ആയിട്ട് അതിനുള്ള ആൻസേഴ്സ് എഴുതുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി, എന്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, യു ഹാവ് ടു ബൈ ദിസ് സെൽഫ് കെയർ ജേർണൽ. ബിക്കോസ് നേരത്തെ പറഞ്ഞ ബേൺ യുവർ തോട്ട്സ് എന്ന് പറഞ്ഞൊരു ഇതിനേക്കാളും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് ഐ ഹാവ് പേഴ്സണലി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദിസ്. ഇതിൽ ഈ പറയപ്പെടുന്ന പോലെ നമ്മുടെ ഏറ്റവും ബീയിങ് എ തെറപ്പിസ്റ്റ് ഐ ക്യാൻ വെരി കോൺഫിഡൻ്റ്ലി ചെയ്ത ഒരു ട്രോമ പോലും ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ട്രോമ ഹീലിംഗിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട്. സോ do check out the page and try if you can purchase this. This was an amazing experience, and thank you, Amma, for this beautiful gift.